ഹായ്, നമ്മൾ മുന്നത്തെ പോലെ ഇപ്പം കൊറിയർ അയക്കുന്ന ലിസ്റ്റ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇടാറില്ല. അതിനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വെബ്സൈറ്റ് വഴിയാണല്ലോ കൂടുതൽ ഓർഡർ എടുക്കുന്നത്. കാര്യങ്ങളെല്ലാം എളുപ്പമാക്കാൻ വേണ്ടിയാണ് നമ്മൾ വെബ്സൈറ്റ് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെബ്സൈറ്റിൽ തന്നെയായിരിക്കും നിങ്ങളുടെ എല്ലാ സ്റ്റാറ്റസും ഉണ്ടാവുക. നിങ്ങളുടെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ്, നിങ്ങളുടെ പേയ്മെൻറ്റ് നമുക്ക് കിട്ടിയോ, ഓർഡർ കൺഫേം ചെയ്തോ, ഷിപ്പ് ചെയ്തോ എന്നൊക്കെ ഉള്ളത് വെബ്സൈറ്റിൽ തന്നെ ഉണ്ടാവും. അതുപോലെ അയച്ച ട്രാക്കിംഗ് ID അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ലിസ്റ്റ് ഒന്നും കാണാത്തപ്പോൾ ചിലരൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട്, നമ്മൾ പൈസ വാങ്ങിയിട്ട് പ്ലാൻസ് ആർക്കും അയക്കുന്നില്ല എന്നുള്ള രീതിക്ക്. ദയവ് ചെയ്ത് അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ കൊറിയർ അയക്കുന്നുണ്ട്. പിന്നെ മാർച്ച് പകുതിക്ക് ശേഷം കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്തതെന്നല്ല, കലണ്ടർ ഹോളിഡേയ്സ് ഉണ്ട്. അതായത് ഈസ്റ്റർ വന്നു, പെസഹ, അതുപോലെ ഇനിയിപ്പോൾ പെരുന്നാൾ വരാൻ പോകുന്നു, പിന്നെ അത് കഴിഞ്ഞാൽ വിഷു, എല്ലാം അടുപ്പിച്ചടുപ്പിച്ചാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ദിവസങ്ങളിലൊന്നും നമുക്ക് കൊറിയർ അയക്കാൻ പറ്റില്ല. ആ ദിവസങ്ങളുടെ തൊട്ട് മുന്നത്തെ ദിവസങ്ങളിലും അയക്കാൻ പറ്റില്ല. കാരണം ആ ദിവസങ്ങളിൽ ഹോളിഡേയ്സിൽ ഈ സാധനങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള DTDCയിൽ എത്തിയാൽ അവിടെ ഡെലിവറി ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഹോളിഡേയ്സൊക്കെ നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ അയക്കുന്നത്. ഈ ഒരു ഏപ്രിൽ കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം തീരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ, ഈ കുറ്റങ്ങൾ ഇങ്ങനെ പറയുന്നതിൻ്റെ മുൻപേ. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുക.